ഡിയേഴ്സ് എന്നും ഒരേ ടൈപ്പ് കറി തന്നെ ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിച്ച് മടുത്തെങ്കിൽ എന്തായാലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ദോശയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. ദോശയ്ക്ക് മാത്രമല്ല ചപ്പാത്തിക്കും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് വേഗം പോയി നോക്കിയിട്ട് വന്നാലോ. അതിന് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 അണ്ടിപ്പരിപ്പ്, ഒരു പച്ചമുളക്, 2 ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മളതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ഏതെങ്കിലും ഒരെണ്ണം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, അതൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തക്കാളിയാണ്. ഒരു തക്കാളിയാണ്, നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കണം. അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതോടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെള്ളവും അതുപോലെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം നമ്മൾ തേങ്ങയുടെ അരപ്പ് മാത്രം ഒഴിച്ചാൽ പോരാ, അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം. കാരണം ഇതൊന്ന് വെന്ത് കുറുകി വരണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് മതി നമുക്ക് ഈ കറി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കുറുമ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ദോശയ്ക്ക് നമ്മൾ എന്തോരം ദോശ കഴിക്കുന്ന അറിയില്ല കേട്ടോ, അതുപോലെ നമ്മൾ ദോശ കഴിക്കും. അത്ര രുചിയാണ് ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നും നമ്മൾ ചമ്മന്തിയും അല്ലെങ്കിൽ സാമ്പാറും കൂട്ടിയല്ലേ ദോശ കഴിക്കാറുള്ളത്. അപ്പം ഇടയ്ക്ക് ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പം നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.